ഓക്കെ, നമുക്ക് ഐ ഡി ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ വാലറ്റിലേക്ക് ക്യാഷ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഏത് ഐ ഡിയിലാണോ നമുക്ക് കയറേണ്ട ഐ ഡി അടിച്ച് കയറുക. നമുക്കപ്പോൾ ഇങ്ങനെ ഒരു കാണിക്കാം. ഓക്കെ, ഇങ്ങനെ യൂസർ ഐ ഡി പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ വരും. നമ്മളപ്പോൾ ലോഗിൻ കൊടുക്കുക. അതിനുശേഷം മൈ ഇങ്ക് എടുക്കുക. മൈ ഇങ്കത്തിൽ ഇപ്പോൾ ആഡ് വാലറ്റിൽ ഓൾറെഡി 450 വരെ കിടപ്പുണ്ട്. അതൊരു 150 വരെ കൂടി ഇപ്പോൾ ഞാൻ ആഡാക്കാൻ പോവുകയാണേ. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കാണാം. ആഡ് വാലറ്റ് എടുക്കുക. ദെൻ ഇവിടെ ട്രാൻസാക്ഷൻ ഐ ഡി ചോദിക്കുന്നുണ്ട്. ഈ ട്രാൻസാക്ഷൻ ഐ ഡി നമ്മൾ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗൂഗിൾ പേയിൽ ക്യാഷ് അയച്ചു കൊടുത്തതാണ്. ഓക്കെ, നമ്മൾ കമ്പനിക്ക് ക്യാഷ് അയച്ചു കൊടുത്തതിൻ്റെ റെസിപ്റ്റാണ്. അത് നമ്മളിവിടെ സേവ് ആക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, ഇതിങ്ങനെ ഗ്യാലറിയിലേക്ക് സേവ് ആക്കണം. അതിനുശേഷം നമുക്കത് ഇവിടെ ഒരു ട്രാൻസാക്ഷൻ ഐ ഡി കാണുന്നുണ്ട്. 5380 37 009 083. ഓക്കെ, 53 80 37 00 90 38 നമ്മൾ കറക്റ്റ് നോക്കണം. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ എന്ത് ചെയ്യണം, കോപ്പി നമ്പർ എന്നുള്ള സംഭവം നിൽക്കുക. ഇത് ഇപ്പോൾ ഗ്യാലറി സേവ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്, ഈ ട്രാൻസാക്ഷൻ ഐ ഡി അടിക്കുന്നിടത്ത് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ എമൗണ്ട് എത്രയാണ്, 150 രൂപ. ഓക്കെ, ഞാൻ ചൂസ് ഫയൽ ഫ്രം ലൈബ്രറി നമ്മുടെ ഇപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡൺ. അപ്പോൾ എന്താ, ആ ഫയലും ചൂസ് ചെയ്തു, അതായത് റെസിപ്റ്റ്. ഞാൻ ആഡ് കൊടുക്കുമ്പോൾ എന്താവും, ആഡ് നമ്മുടെ ഇതിലേക്ക് ആഡായി വരും. ഓക്കെ, ഇപ്പോൾ അത് ആഡായത് കാണിക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ നാളെ രാവിലത്തേക്ക് ആഡായി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ 450 എന്നുള്ളത് 600 രൂപയാണ്, 150 വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വന്ന ക്യാഷ് നമുക്കിനി ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഒരു പുതിയ ഐ ഡി വന്നു കഴിഞ്ഞാൽ ഈ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ഏത് ഐ ഡിയാണോ ആക്ടിവേഷൻ ചെയ്യേണ്ടത് ആ ഐ ഡി നമ്മൾ എടുക്കുക. അത് ഇങ്ങനെ ഐ ഡി വന്ന് കിടപ്പുണ്ട്, സമീറ വി എന്നും പറഞ്ഞുകൊണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇവിടെ വന്നിട്ട് ആക്ടിവേഷൻ എന്ന് പറഞ്ഞ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു സീക്രട്ട് കോഡ് അടിക്കാൻ പറയും. നമ്മളൊരു സീക്രട്ട് കോഡ് അവിടെ സെറ്റാക്കി വെക്കണം. അത് ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഓക്കെ, ദെൻ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ സെർച്ച് ഐ ഡി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ആളുടെ ഏതാളുടെ ഐ ഡിയാണ് ആക്ടിവേഷൻ ചെയ്യേണ്ടത്, സമീറ വി എന്ന് പറയുന്ന ആളുടെ ഐ ഡിയാണ്. അതിനുവേണ്ടി SW 267 202 ഓക്കെ, നമ്മളൊന്ന് സെർച്ച് ചെയ്യുക. അയ്യോ, 202 എന്തോ മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ട്. 203, സോറി ഉണ്ടോ, 202 അല്ല 203. അപ്പോൾ നോ ഡേറ്റ അവൈലബിൾ എന്ന് കാണിക്കുന്നുണ്ടോ. അപ്പോൾ കറക്റ്റ് നമ്മൾ അടിച്ച് നോക്കണം കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ അടിച്ച് നോക്കുക. അപ്പോൾ സമീറ വി എന്നുള്ള വന്നു. എന്നിട്ട് നമ്മളിവിടെ ഐ ഡി ഇനാക്റ്റീവ് എന്നുള്ള ആക്റ്റീവ് ആക്കുക. അപ്പോൾ ആക്ടിവേഷൻ സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഐ ഡി ആക്റ്റീവായിട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഐ ഡിയും പാസ്വേഡ് അടിച്ച് കയറുക. അതിനുശേഷം നമ്മുടെ മൈ ഇങ്കത്തിൽ നമുക്ക് ഉണ്ടോ ആ 450 സ്ഥലത്ത് ഇപ്പോൾ 300 വരാൻ കാരണം എന്താണ്, ഒരു 150 രൂപ ആ സമീറ വി എന്നുള്ള ആളുടെ ഐ ഡി ആക്ടിവേഷന് വേണ്ടി എടുത്തു. ബാക്കി 300 അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇച്ചിരി മുമ്പ് 150 രൂപ ആഡാക്കിയായിരുന്നു. പക്ഷെ അത് ഉടനെ കയറത്തില്ല. അത് പിന്നീട് നാളെ രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ്, 9 മണി 10 മണിക്കുള്ളിൽ ആ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും കേട്ടോ. ഈ ആക്ടിവേഷൻ വാലറ്റിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ 300 എന്നുള്ളത് നാളെ 450 കാണിക്കും. അപ്പോൾ എല്ലാവരും പഠിച്ചില്ലേ എങ്ങനെയാണ് ആഡ് വാലറ്റ് ചെയ്യുന്നതെന്നുള്ളതും ആക്ടിവേഷൻ ചെയ്യുന്നതെന്നുള്ളതും മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, നമുക്ക് ക്ലിയറാക്കി തരാം കേട്ടോ. അപ്പോൾ വാലറ്റിലേക്ക് ക്യാഷ് ആഡ് ചെയ്ത് നമ്മൾ ഐ ഡി ആക്ടിവേഷൻ ചെയ്യുന്നതും വാലറ്റിലേക്ക് ക്യാഷ് ആഡ് ചെയ്യുന്നതും ആ ക്യാഷ് എടുത്ത് ഐ ഡി ആക്ടിവേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.